പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ചിലർക്കൊക്കെ അറിയാം, ഇന്ന് ജൂലൈ 20 ഈ ദിവസം ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇന്നേക്ക് 56 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. അമേരിക്കൻ ആസ്ട്രോനോട്ടായ നീൽ ആംസ്ട്രോങ് ആയിരുന്നു ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ മനുഷ്യൻ. അപ്പോളോ 11 ദൗത്യത്തിന് ശേഷം നീൽ ആംസ്ട്രോങ് വലിയ പ്രശസ്തനായ, ലോക പ്രശസ്തനായ, അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ തന്നെ ലോകത്തിലൊരു ഫാഷനായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ ചന്ദ്രനിലേക്ക് കാലെടുത്ത് കുത്തിയ മനുഷ്യൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പാദപതനങ്ങൾ ചന്ദ്രനിൽ കേട്ടു എന്നുള്ളത് തന്നെ ലോകത്തെ ഖ്യാതിക്കുക കാരണമായി. സ്വാഭാവികമായും വിവിധ ഉൽപ്പന്നങ്ങൾ, പ്രോഡക്റ്റുകളുടെ പരസ്യങ്ങൾ അഭിനയിക്കാൻ അദ്ദേഹത്തിന് കോടികൾ വാഗ്ദാനം ചെയ്ത് പരസ്യ കമ്പനികൾ രംഗത്ത് വന്നു. അതൊക്കെ ആംസ്ട്രോങ് ചിരിച്ചു തള്ളി, നിരസിച്ചു. തൻ്റെ പ്രശസ്തി ഒരു വാണിജ്യ ഉൽപ്പന്നമാക്കി മാറ്റാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ആംസ്ട്രോങ് തുറന്നു പറഞ്ഞു. എൻ്റെ പ്രവൃത്തി രാജ്യസേവനത്തിൻ്റെ ഭാഗമാണ്. അത് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് ഉള്ള വഴിയായിട്ട് ഞാൻ കാണുന്നില്ല. പകരം തൻ്റെ പിൽക്കാലത്ത് സിൻസാനിറ്റി എന്ന് പറയുന്ന സർവകലാശാലയിൽ ഒരു പ്രൊഫസറായിട്ട് ആംസ്ട്രോങ് ജോയിൻ ചെയ്തു. പിന്നീട് ഓഹോയിൽ ഒരു കൃഷിക്കാരനായി അദ്ദേഹം മാറി. താൻ നേടിയ അംഗീകാരത്തെ നീൽ ആംസ്ട്രോങ് ഒരു ഉത്തരവാദിത്തമായിട്ടാണ് കണ്ടത്, അല്ലാതെ പണമുണ്ടാക്കാനുള്ള വഴിയായിട്ട് അദ്ദേഹം കണ്ടില്ല. ഒരു വ്യക്തിയുടെ മഹത്വം നിർണ്ണയിക്കുന്നത് അവർ എത്ര പണം സമ്പാദിച്ചു എന്ന കാര്യത്തിലല്ല, മറിച്ച് അവർ എങ്ങനെ പ്രവർത്തിച്ചു എന്നത് തന്നെയാണ്. ഒരു മനുഷ്യൻ എത്ര കാലം ജീവിച്ചു എന്ന് ആരും പരിഗണിക്കില്ല, എങ്ങനെ ജീവിച്ചു എന്ന് തന്നെയായിരിക്കും പ്രധാനപ്പെട്ട കാര്യം. ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസം ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വലിയ നേട്ടങ്ങൾ നമ്മൾ ഓർമ്മിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യബോധവും അദ്ദേഹത്തിൻ്റെ സംശുദ്ധിയും കൂടി ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഈ നല്ല ദിവസത്തെ സ്വാഗതം ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.